ഇന്ന് ആചരിക്കപ്പെടുന്നത് ഇന്റർനാഷണൽ യോഗ ഡേ, അതുപോലെ തന്നെ അന്തർദേശീയ സംഗീത ദിനം കൂടിയാണ്, മ്യൂസിക് ഡേ കൂടിയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല യോഗയുടെ അക്കാദമികമായ പ്രചരണാർത്ഥം 3 കോഴ്സുകൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. 2015 മുതൽ വളരെ വിപുലമായ രീതിയിൽ ഏതെങ്കിലും കൊണ്ടുള്ള നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമായിരുന്നു 2015 നമ്മൾ ആദ്യമായി ചെയ്തത്. പിന്നീട് പല കോളേജുകളുമായും പല സംഘടനകളുമായി ചേർന്നുകൊണ്ട് യോഗയുടെ പ്രചാരണത്തിനായി പല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ 10ാം വർഷം ആചരിക്കുന്ന ഈ സമയത്ത് നമ്മൾ കോട്ടയം ടൗൺ JCIയുമായി ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ CMS കോളേജുമായി ചേർന്നുകൊണ്ട് ആണ് മഹാത്മാഗാന്ധി സർവകലാശാല ഇത്തവണ ഇന്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്നത്. അതിനായി വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഡോക്ടർ ശരണ്യ, സർവകലാശാലയിലെ MSc യോഗ ജെറിയാട്രിക് കൗൺസിലിംഗ് വിദ്യാർത്ഥിയായ ഡോക്ടർ ശരണ്യ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കോട്ടയം ജില്ലയുടെ കോട്ടയം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹം ഇപ്പോൾ ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല പരീക്ഷാ വിഭാഗം കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് ശ്രീജിത്ത് സാർ ആണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ യോഗാദിന സന്ദേശം നൽകുന്നത് ഡോക്ടർ സണ്ണി സ്റ്റീഫൻ, വേൾഡ് പീസ് മിഷൻ ചെയർമാനായ സംഗീത സംവിധായകനായ, ഇന്ന് സംഗീത ദിനം കൂടിയാണല്ലോ, സംഗീത സംവിധായകനായ സണ്ണി സ്റ്റീഫൻ സാർ ആണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കൊരു പ്രത്യേക സന്ദേശം നൽകുന്നത് ഡോക്ടർ ഹരീഷ് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിന്റെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മറ്റ് JCI പ്രവർത്തകര്, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആളുകള്, CMS കോളേജിന്റെ പ്രിൻസിപ്പൽ, ടീച്ചർ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി, ഔദ്യോഗികമായി ക്ഷണിക്കുന്നതിനായി JCIയുടെ പ്രസിഡന്റായ ഡോക്ടർ സ്വാമി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ആദരണീയനായ അധ്യക്ഷൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഇന്റർനാഷണൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നല്ലൊരു കഴിവിലൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ രാധാകൃഷ്ണൻ സാർ, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ വാസവൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ എങ്ങനെയാണ് കോട്ടയത്തിൻ്റെ അവസ്ഥ. ഇതെടു